Good morning. Okay. Okay, Priya, good morning. Okay, Reshma. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്കെ ഏഞ്ചൽ ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡയാലിസിസ് സർവീസസിന്റെ നമ്മൾ പഠിച്ചത് ഹീമോ ഡയാലിസിസും അതുപോലെ തന്നെ 3 ടൈപ്പ് ഓഫ് വാസ്കുലർ ആക്സസ് സൈറ്റുകളെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലെ. എ വി ഫിസ്റ്റുല, അതുപോലെ തന്നെ എ വി ഗ്രാഫ്റ്റ് അല്ലെ, വാസ്കുലർ ആക്സസ് കാത്തീറ്റർ, അങ്ങനെ നമ്മൾ 3 ടൈപ്പ് ഓഫ് വാസ്കുലർ ആക്സസ് സൈറ്റുകളെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, പരിചയപ്പെട്ടിരുന്നു അല്ലെ. വാസ്കുലർ ആക്സസ് സൈറ്റുകൾ നമ്മൾ പരിചയപ്പെട്ടിരുന്ന 3 ടൈപ്പുകൾ എ വി ഫിസ്റ്റുല എന്താണ്, എ വി ഗ്രാഫ്റ്റ് എന്താണ്, അതുപോലെ തന്നെ വാസ്കുലർ ആക്സസ് കാത്തീറ്റർ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അതിൽ ലോങ് ടേം ഹീമോഡയാലിസിസിന് നമ്മൾ എ വി ഫിസ്റ്റുല ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എ വി ഗ്രാഫ്റ്റും ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ ഷോർട്ട് ടേം ഹീമോഡയാലിസിസിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് എന്തായിരുന്നു, വാസ്കുലർ ആക്സസ് കാത്തീറ്റർ അല്ലെ. പിന്നെ ഓർമ്മിക്കുക, ഒരു എ വി ഫിസ്റ്റുല ചെയ്ത് കഴിഞ്ഞാല് 3-4 മാസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് അതിലൂടെ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം എ വി ഗ്രാഫ്റ്റ് ആണെങ്കിൽ അത് 3-4 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, വാസ്കുലർ ആക്സസ് കാത്തീറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. വായിച്ചു നോക്കൂ എല്ലാവരും. ക്ലിയർ ആയോ അത്രയും ഭാഗങ്ങള്? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് കടക്കണം. ഓക്കെ, അപ്പൊ നമ്മള് ഹീമോഡയാലിസിസ് പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് രണ്ടാമത് ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഉണ്ട്. ഏതാണത്? പെരിറ്റോണിയൽ ഡയാലിസിസ്. ഏതാണ്? പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, PD എന്നാണ് അതിന് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എഴുതുന്നത് കേട്ടോ. PD അല്ലെ, ഹീമോ ഡയാലിസിസ് നമ്മൾ HD എന്നല്ലേ ഡിനോട്ട് ചെയ്യുന്നത്. PD എന്ന് കണ്ടാല് അത് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നാണ് കേട്ടോ. ഓക്കെ, എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാല് ഹീമോ ഡയാലിസിസിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ശരീരത്തിന് അകത്ത് വെച്ച് തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡിക്കകത്ത് വെച്ച്, ശരീരത്തിനകത്ത് വെച്ച് തന്നെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ മേജർ ഡിഫറൻസ് കേട്ടോ. ഹീമോ ഡയാലിസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് ശരീരത്തിന്റെ വെളിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട് അല്ലെ. പക്ഷെ ഇതിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോഡിക്ക് അകത്ത് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് പെരിറ്റോണിയം അല്ലെ, പേര് കിടപ്പുണ്ട് അല്ലെ, പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ എന്താണ് പെരിറ്റോണിയം എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് പെരിറ്റോണിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഉദരം, അതായത് നമ്മുടെ വയറുണ്ടല്ലോ, ഓക്കെ, ആ ഉദരാശയത്തിനുള്ളിലെ അവയവങ്ങളെല്ലാം എന്താണ്, ആവരണം ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് കേട്ടോ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ, എന്താ പറയുക, ഒരു സ്ഥലം എന്നൊക്കെ നമുക്ക് പറയാം, ഒരു ലൈനിങ് എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് എന്ത്, പെരിറ്റോണിയം എന്ന് പറയുന്നത്. പിക്ചർ കാണിക്കാം കേട്ടോ. പിക്ചർ നിങ്ങൾ നോക്കിയാൽ കേട്ടോ. ഇത് നമ്മുടെ എന്താണ്, വയറിന്റെ ഭാഗമാണ് അല്ലെ, അതായത് അബ്ഡോമിനൽ ഏരിയ ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഉദരത്തിനകത്തുള്ള അവയവങ്ങളെ എല്ലാം തന്നെ ആവരണം ചെയ്ത് സൂക്ഷിക്കുന്ന, ഓക്കെ, ആവരണം ചെയ്യണ്ടോ, ഇവിടെ ഇങ്ങനെ ആവരണം ചെയ്യുന്നത്, ഇങ്ങനെ ആവരണം ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു മെംബ്രെയിൻ അല്ലെ, ഒരു സ്ഥലം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെരിറ്റോണിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടോ. ഇതാണ് എന്ത്, ആ ഒരു മെംബ്രെയിൻ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ. ഇതാണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഈ പെരിറ്റോണിയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? അതായത് നമ്മുടെ ഈ ബ്ലഡിനകത്തുള്ള ഈ പറയുന്ന എക്സ്ട്രാ വാട്ടർ, അതുപോലെ തന്നെ ലവണാംശങ്ങള്, ഇതൊക്കെ വലിച്ചെടുക്കാനുള്ള, ആഗിരണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ട്, ഈ പറയുന്ന പെരിറ്റോണിയത്തിനുണ്ട്.
മനസ്സിലായോ? അപ്പൊ പെരിറ്റോണിയത്തിന്റെ ഒരു കപ്പാസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ഈ പറയുന്ന ബ്ലഡിനകത്തുള്ള എക്സ്ട്രാ വാട്ടർ, അതുപോലെ തന്നെ ലവണങ്ങൾ, ഇതെല്ലാം തന്നെ ആഗിരണം ചെയ്യുന്നതിനുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു കഴിവ് ആർക്കുണ്ട്? പെരിറ്റോണിയത്തിനുണ്ട്. ആ ഒരു കഴിവാണ് നമ്മൾ എവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്? പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, അത്രയും ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് വെച്ച് തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ പെരിറ്റോണിയത്തിനകത്ത് ചെറിയൊരു സുഷിരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മുടെ വയറിന്റെ ഭാഗത്ത് ഒരു ചെറിയൊരു ഇൻസിഷൻ അല്ലെങ്കിൽ സുഷിരം ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ നമുക്ക് എന്ത് ഘടിപ്പിക്കണം? ഒരു കത്തീറ്റർ. ഒരു കത്തീറ്റർ എന്ന് വെച്ചാൽ അറിയാലോ, ഒരു സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് ആണ്. എന്താണ്? ഭയങ്കര മഴയാണ്. അപ്പൊ നോക്കാം. അപ്പൊ നമ്മള് ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉദരഭാഗത്ത്, വയറിന്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സുഷിരം ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ഒരു ഓപ്പണിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സർജറിയിലൂടെ ഒരു ഓപ്പണിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു ഓപ്പണിംഗിലൂടെ നമ്മൾ എന്ത് കഴിച്ചാണ്? കത്തീറ്റർ കയറ്റിവിടാണ്. ഓക്കെ, ഒരു കത്തീറ്റർ നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു കത്തീറ്റർ നമ്മൾ കയറ്റി വിടുകയാണ്. ഈ കത്തീറ്ററിലൂടെ നമ്മളൊരു ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് നിറയ്ക്കുകയാണ് കേട്ടോ. അത് വായിക്കാം. ആദ്യം നിങ്ങളിതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഒരു കത്തീറ്റർ നമ്മൾ ആദ്യം വയറിന്റെ ഭാഗത്ത് ഒരു മൈനർ സർജറിയിലൂടെ നമ്മളൊരു ഹോള് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ടോ ആ ഹോളിലൂടെ നമ്മളൊരു കത്തീറ്റർ കയറ്റി വിടുകയാണ്. പെരിറ്റോണിയൽ കാവിറ്റിക്കകത്തേക്ക് ഒരു കത്തീറ്റർ കയറ്റി വിടുകയാണ്. ഈ കത്തീറ്ററിലൂടെ നമ്മളൊരു ഡയാലിസിസ് ഫ്ലൂയിഡ്, അതിന് നമ്മൾ ഡയാലിസേറ്റ് എന്നാണ് പറയുക കേട്ടോ. ഡയാലിസേറ്റ്. ഓക്കെ, ഇവിടത്തെ പറയുന്നുണ്ട് കത്തീറ്റർ ഡയാലിസേറ്റ്. ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് നമ്മൾ നിറച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ നിറയ്ക്കുന്നു. അങ്ങനെ ഒരു അപ്പൊ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും ഈ ഒരു പെരിറ്റോണിയൽ കാവിറ്റിയുടെ ഭാഗത്തുകൂടെ ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലഡിനകത്തുള്ള അധിക ദ്രാവകങ്ങളും മാലിന്യങ്ങളും ഈ പറയുന്ന ഫ്ലൂയിഡിലോട്ട്, അതായത് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഫ്ലൂയിഡിലോട്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്, അഥവാ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ഫ്ലൂയിഡിനെ ഇതേ കത്തീറ്ററും ബാഗ് ഉപയോഗിച്ച് നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയാണ്. പറഞ്ഞു മനസ്സിലായോ? ഇത്രയുള്ള എന്ത്? പെരിറ്റോണിയൽ ഡയാലിസിസ്. ഒന്നുകൂടി ശ്രദ്ധിക്കാം. പെരിറ്റോണിയം എന്ന് പറഞ്ഞാല് നമ്മുടെ വയറിന്റെ ഭാഗത്ത്, നമ്മുടെ ഉദരഭാഗത്തുള്ള അവയവങ്ങളെല്ലാം ആവരണം ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഈ പെരിറ്റോണിയത്തിന് ഒരു കഴിവുണ്ട്. എന്താണ്? ഈ ബ്ലഡിനകത്തുള്ള അധിക ദ്രാവകങ്ങള്, മാലിന്യങ്ങള്, ലവണങ്ങള് എന്നിവയെല്ലാം തന്നെ ആഗിരണം ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? പെരിറ്റോണിയത്തിനുണ്ട്. ആ ഒരു കഴിവാണ് ഇവിടെ നമ്മൾ ഡയാലിസിസിനകത്ത് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മൈനർ സർജറിയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സുഷിരം അല്ലെങ്കിൽ ഒരു ഇൻസിഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സുഷിരം ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിലൂടെ നമ്മൾ ഒരു കത്തീറ്റർ കയറ്റിവിടുകയാണ്. ഓക്കെ, ഒരു കത്തീറ്റർ നമ്മള് പെരിറ്റോണിയൽ കാവിറ്റിക്കകത്ത് കടത്തിവിടുകയാണ്. ഈ കത്തീറ്ററിലൂടെ നമ്മൾ ഡയാലിസിസ് ഫ്ലൂയിഡ് അഥവാ ഡയാലിസേറ്റ് എന്ന് പറയുന്ന ആ ഫ്ലൂയിഡ് നമ്മൾ പെരിറ്റോണിയൽ കാവിറ്റിക്കകത്തേക്ക് നിറയ്ക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പെരിറ്റോണിയൽ കാവിറ്റിക്കകത്തുകൂടെ ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ബ്ലഡിൽ നിന്നുമുള്ള അധിക ദ്രാവകങ്ങളും മാലിന്യങ്ങളും ഈ ഒരു ഫ്ലൂയിഡിലോട്ട് അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. ഒരു മാഗ്നറ്റിക് ഒരു ഇരുമ്പ് കാന്തം ഇരുമ്പിനെ ആകർഷിക്കില്ലേ എന്നതുപോലെ ആ ബ്ലഡിൽ നിന്നുള്ള അംശങ്ങള്, വേസ്റ്റുകളെല്ലാം തന്നെ ഈ ഫ്ലൂയിഡിനകത്തോട്ട് അബ്സോർബ് ചെയ്യപ്പെടുകയാണ് കേട്ടോ. അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫ്ലൂയിഡിനെ ഇതേ കത്തീറ്ററും ബാഗ് ഉപയോഗിച്ച് നമ്മൾ പുറത്തോട്ട് ഡ്രെയിൻ ചെയ്ത് കളയാണ്. വീണ്ടും ഈ പ്രോസസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. വീണ്ടും എഗെയിൻ നമ്മൾ ഡയാലിസിസ് ഫ്ലൂയിഡ് നിറയ്ക്കുന്നു. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അതുപോലെ വേസ്റ്റ് അതിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. വീണ്ടും നമ്മൾ അത് ഡ്രെയിൻ ചെയ്ത് കളയുക. ഇതാണ് എന്തെന്ന് പറയുന്നത്? പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ അല്ലേ? പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇനി നമുക്കതൊന്ന് വായിക്കാം കേട്ടോ. എന്തായാലും നമുക്ക് ഇനി വായിക്കാം. In peritoneal dialysis, the blood is purified inside your own body instead of using a dialyzer machine. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ഒരു ഡയലൈസർ മെഷീൻ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് വെച്ച് തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്
നമ്മൾ എന്ത് പറയുന്നത്? പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. പെരിറ്റോണിയൽ ഡയാലിസിസ്, the blood is purified inside your own body instead of using a dialyzer machine. അല്ലെ, നമ്മുടെ ശരീരത്തിനകത്ത് വെച്ച് തന്നെ ആ ഒരു ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ ദിസ് കൈൻഡ് ഓഫ് ഡയാലിസിസ്, ഇനി ഈ ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസിന് നോക്കൂ, the lining of your abdomen or belly area, also called peritoneum, is used as a filter. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അപ്പൊ അവിടുത്തെ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ പെരിറ്റോണിയം. പെരിറ്റോണിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ലൈനിങ് ഓഫ് യുവർ അബ്ഡോമൻ ഓർ ബെല്ലി ഏരിയ, അല്ലെ, നമ്മുടെ അബ്ഡോമൻ ഏരിയ, നമ്മുടെ ബെല്ലി ഏരിയ, വയറിന്റെ ഭാഗത്തുള്ളൊരു ലൈനിങ് ആണ്, അല്ലെ. ഒരു ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അവിടുത്തെ അവയവങ്ങളെല്ലാം ആവരണം ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ്, അല്ലെ, ഒരു ഫിൽട്ടർ ആണ് എന്ത്? പെരിറ്റോണിയം എന്ന് പറയുന്നത്. പെരിറ്റോണിയം ഈസ് യൂസ്ഡ് ആസ് എ ഫിൽട്ടർ. പെരിറ്റോണിയം ആണ് നമ്മളിവിടെ ഫിൽട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ പെരിറ്റോണിയം എന്താണെന്ന് മനസ്സിലാക്കുക. ഇറ്റ്സ് ദ ലൈനിങ് ഓഫ് യുവർ അബ്ഡോമൻ ഓർ ബെല്ലി ഏരിയ. അബ്ഡോമന്റെ അല്ലെങ്കിൽ ബെല്ലി ഏരിയയിലുള്ള ഒരു ലൈനിങ്ങിനെയാണ് നമ്മൾ പെരിറ്റോണിയം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. ബിഫോർ ബിഗിനിങ് പെരിറ്റോണിയൽ ഡയാലിസിസ്, ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എ മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു പ്ലേസ് എ കത്തീറ്റർ in your belly. ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബെല്ലി ഏരിയയിൽ കത്തീറ്റർ പ്ലേസ് ചെയ്യുന്നതിനായിട്ട് ഒരു മൈനർ സർജറി നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു പ്ലേസ് എ കത്തീറ്റർ ഇൻ യുവർ ബെല്ലി. ബെല്ലിയുടെ അവിടെ ഒരു കത്തീറ്റർ പ്ലേസ് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു മൈനർ സർജറി അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇൻ ദ കോഴ്സ് ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ്, അപ്പൊ ഈ ഓരോ ട്രീറ്റ്മെന്റിന്റെ കോഴ്സിലും the belly area is little by little filled with a dialysate. Dialysate എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡ് ആണ്. ഒരു ഡയാലിസേറ്റ് എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡ് ഉണ്ട്. അതൊരു ക്ലെൻസിങ് ലിക്വിഡ് ആണ്. അത് നമ്മൾ ഈ കത്തീറ്ററിലൂടെ പെരിറ്റോണിയൽ കാവിറ്റിക്കകത്തേക്ക് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നിറച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. എ ക്ലെൻസിങ് ഫ്ലൂയിഡ് made from a mixture of water, salt and other additives. കേട്ടോ, ഈ പറയുന്ന ജലം, അതുപോലെ മറ്റ് സോൾട്ട്, മറ്റുള്ള അഡിക്റ്റീവ്സുകളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്ലെൻസിങ് ഫ്ലൂയിഡ് ആണ് ഡയാലിസേറ്റ് പറയുന്നത് കേട്ടോ. ആ ഡയാലിസേറ്റ് ദ്രാവകമുള്ള കത്തീറ്ററിലൂടെ പെരിറ്റോണിയൽ കാവിറ്റിക്കകത്തേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ ത്രൂ ദ കത്തീറ്റർ, കത്തീറ്ററിലൂടെ നമ്മൾ നിറയ്ക്കുന്നു. ഇനിയോ, as the blood flows normally through the area, ആ ബെല്ലി ഏരിയയിലൂടെ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് നമ്മുടെ ശരീരമാസത്തിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ ബെല്ലി ഏരിയയുടെ ഭാഗത്ത് ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഫ്ലൂയിഡ് ആൻഡ് വേസ്റ്റ് പ്രോഡക്റ്റ് ആർ പുൾഡ് ഔട്ട് ഓഫ് ദ ബ്ലഡ് വെസൽ and into the belly area by the dialysate, almost like an anesthetic. അപ്പൊ അതിലൂടെ ബ്ലഡിങ്ങിനെ പാസ് ചെയ്യുന്ന സമയത്ത് ആ ബ്ലഡിനകത്തുള്ള എക്സ്ട്രാ ഫ്ലൂയിഡുകൾ, വേസ്റ്റ് പ്രോഡക്റ്റുകളൊക്കെ ഈ പറയുന്ന ഡയാലിസേറ്റ് എന്ന് പറയുന്ന ദ്രാവകത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടാണ്. ഓക്കെ, അതായത് ഒരു മാഗ്നറ്റ് എന്താണ് ഈ പറഞ്ഞ ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ എന്ത് ചെയ്യപ്പെടുകയാണ്? ആ ഡയാലിസേറ്റ് ഫ്ലൂയിഡിലോട്ട് ആ വേസ്റ്റ് മെറ്റീരിയലുകളും മറ്റുള്ള എക്സ്ട്രാ പാർട്ടൊക്കെ അബ്സോർബ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ. ഓക്കെ, ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു കഴിഞ്ഞിട്ട്, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എന്താണ്, the fluid mixture is separated out from your belly using the same catheter and bag that was used at the beginning of the treatment. അതിനുശേഷം നമ്മൾ ആ ഫ്ലൂയിഡ് മിക്സ്ചർ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് ഡ്രെയിൻ ചെയ്ത് കളയാണ്, അല്ലെ, എംപ്റ്റി ചെയ്ത് നമ്മൾ കളയാണ്. അതേ കത്തീറ്ററും അതേ ബാഗും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഫ്ലൂയിഡ് മിക്സ്ചർ പുറത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഡ്രെയിൻ ചെയ്ത് കളയാണ്. ഓക്കെ, peritoneal dialysis can be done almost anywhere if you have the supplies needed to do the treatment. ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെരിറ്റോണിയൽ ഡയാലിസിസ് നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം എന്ത് ചെയ്താൽ മതി? ആകെ ഈ പറയുന്ന കത്തീറ്ററും അതുപോലെ തന്നെ ഡയാലിസിസ് ഫ്ലൂയിഡ് ഉണ്ടായാൽ മതി. പിന്നെ എന്താണ്, ഒരു മൈനർ സർജറി കൂടെ നമ്മൾ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ അടച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും കേട്ടോ. അത് നമ്മൾ ഡയാലിസിസ് ഫ്ലൂയിഡിന് അടയ്ക്കാം, അതിനുശേഷം അത് ക്ലോസ് ചെയ്തിടാം. പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ട്യൂബിലൂടെ തന്നെ ഈ പറയുന്ന ഫ്ലൂയിഡ് പുറത്തേക്ക് കളയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഈ പറയുന്ന സാധനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ
ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് കോൾഡ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ ഇവിടെ നമ്മൾ ബ്ലഡിന് ഇങ്ങനെ പുറത്തോട്ട് എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ? ഹീമോഡയാലിസിസ് പോലെ ഇല്ല അല്ലെ? ശരീരത്തിനകത്ത് വെച്ച് തന്നെ ഇതിനെ പ്യൂരിഫൈ ചെയ്യും. ഓക്കെ ആണോ? മനസ്സിലായോ? പെരിറ്റോണിയൽ ഡയാലിസിസ് ക്ലിയർ ആണ്? ഓക്കെ. ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു എന്താ പറയാ നമ്മുടെ 11 ജില്ലകളില് ഈ പറയുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് അതിനുള്ള ഒരു പദ്ധതി തന്നെ ശരിക്കും നമ്മുടെ കേരള സർക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിനെ പറ്റി ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല. പക്ഷെ ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെ 11 ജില്ലകളിലും ഈ പറയുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് പദ്ധതിക്കായിട്ട് ഒരു തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും അതൊക്കെ വരികയാണെങ്കിൽ വളരെ നല്ലതാണ് അല്ലെ? കാരണം എന്താണ്, ആളുകൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ സൗജന്യമായിട്ട് കൊടുക്കാനുള്ള പദ്ധതിയൊക്കെയാണ്. അതൊക്കെ ചെയ്യുന്ന ആളുകൾ ഈസി ആയിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? നമുക്ക് ആ ഒരു കോസ്റ്റ് ഒക്കെ വളരെയധികം നമുക്ക് റിഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. കുറച്ചുകൂടെ കംഫർട്ടബിൾ ഒക്കെയാണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് നോക്കാം കേട്ടോ. ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് കേട്ടോ. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് ആണോ 3 ടൈപ്സ്. പെരിറ്റോണിയൽ ഡയാലിസിസ് പ്രധാനമായിട്ടും 3 ടൈപ്പുകളാണ് ഉള്ളത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പെരിറ്റോണിയൽ ഡയാലിസിസ് 3 ടൈപ്പുകളാണ് ഉള്ളത്. അവിടെയൊക്കെ അതിന്റെ ഷോർട്ട് ഫോമുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പഠിച്ചു പോവാം കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് CAPD ആണ് കേട്ടോ. അതാണ് CAPD. ലാസ്റ്റ് എല്ലാത്തിന്റെയും PD എന്നാണ്. PD ഫോർ പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ CAPD എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. CCPD എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. IPD എന്ന് പറഞ്ഞാൽ ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതാണ് 3 ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് CAPD, CCPD, അതുപോലെ തന്നെ IPD. CAPD എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. CCPD എന്താണ്? കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. IPD എന്ന് പറയുന്നത് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതാണ് 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഓരോന്നും എന്താണ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? CAPD, അതായത് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ നോക്കാം. ആംബുലേറ്ററി എന്ന് പറയുന്ന വാക്കിന് പല മീനിങ്ങുകളുണ്ട് കേട്ടോ. ഒന്ന് വന്നിട്ട് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് സഞ്ചരിക്കാവുന്നത് അല്ലെങ്കിൽ നീങ്ങാവുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു മീനിങ് ഉണ്ട് കേട്ടോ ആംബുലേറ്ററിക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ കാരണം ഇതാണ്. ഇതൊന്ന് വായിക്കാം. CAPD എന്താണെന്ന് നോക്കാം. ഇമ്പോർട്ടന്റ് ആണ്. ഡസ് നോട്ട് നീഡ് എ മെഷീൻ. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഡസ് നോട്ട് നീഡ് എ മെഷീൻ, അതായത് ഒരു മെഷീൻ അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ഒരു മെഷീൻ അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെയോ എക്സ്ചേഞ്ചസ് ക്യാൻ ബി ഡൺ 3 to 5 times a day during the waking hours. അതായത് രോഗി ഉണർന്നിരിക്കുന്ന സമയത്തില് ദിവസത്തിൽ ഒരു 3 മുതൽ 5 തവണ വരെ നമുക്ക് എക്സ്ചേഞ്ചുകൾ നടത്താനായിട്ട് സാധിക്കും. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഫ്ലൂയിഡ് നമ്മൾ നിറയ്ക്കുന്നു, ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മളത് ഡ്രെയിൻ ചെയ്ത് കളയുന്നു, വീണ്ടും നമ്മൾ ഫ്ലൂയിഡ് നിറയ്ക്കും. അതൊരു എക്സ്ചേഞ്ച് ആണ് കേട്ടോ. അതൊരു എക്സ്ചേഞ്ച് ആണ്. ഫ്ലൂയിഡ് നിറയ്ക്കുന്നു, നമ്മൾ കുറച്ച് സമയം അത് ഹോൾഡ് ചെയ്യുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഡ്രെയിൻ ചെയ്ത് പുറത്തോട്ട് കളയും. അതൊരു എക്സ്ചേഞ്ച് ആണ്. വീണ്ടും നമ്മൾ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും അല്ലെ? വീണ്ടും ഫ്ലൂയിഡ് നിറയ്ക്കുന്നു, നമ്മളത് ഡ്രെയിൻ ചെയ്ത് കളയുന്നു. ഇതൊക്കെ ഓരോരോ എക്സ്ചേഞ്ചുകളാണ് കേട്ടോ. അപ്പോ ഡ്യൂറിങ് വേക്കിംഗ് അവേഴ്സ് ആണ്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. വേക്കിംഗ് അവേഴ്സ്, അതായത് രോഗി ഉണർന്നിരിക്കുന്ന സമയത്തില് ഒരു ദിവസത്തിൽ 3 മുതൽ 5 തവണ വരെ ഇത്തരം എക്സ്ചേഞ്ചുകൾ നടത്താവുന്നതാണ്. അപ്പൊ ഇതിന് എന്തൊക്കെയാണ് പ്രത്യേകത? ഡസ് നോട്ട് നീഡ് എ മെഷീൻ. ഇതിന് മെഷീൻ ആവശ്യമില്ല കേട്ടോ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മെഷീൻ ആവശ്യമില്ലാത്ത പെരിറ്റോണിയൽ ഡയാലിസിസ് ഏതാണെന്ന് ചോദിച്ചാൽ CAPD ആണ് കേട്ടോ. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അതിന് മെഷീൻ ആവശ്യമില്ല. അതുപോലെ എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ രോഗി ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ദിവസത്തിൽ 3 മുതൽ 5 തവണ വരെ ഈ പറയുന്ന എക്സ്ചേഞ്ചസുകൾ നടത്താവുന്നതാണ്. ഓക്കെ, ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഡെയിലി ചെയ്യണോ വീക്കിലാണോ അത് ഡോക്ടർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ. അത് ഓരോരുത്തരുടെ സിവിയറിറ്റിക്ക് അനുസരിച്ചിരിക്കും. ഇപ്പൊ ഡോക്ടർ സജസ്റ്റ് ചെയ്യാണ് ഡെയിലി ഒക്കെ ചെയ്യേണ്ടി വരാന്ന് പറയുന്നത് അത്രയും സിവിയർ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ ആഴ്ചയിൽ 2 or 3 ആവാം. അതൊക്കെ ഡോക്ടർ തീരുമാനിക്കും. അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ
പേഷ്യൻസ് കേട്ടോ. അത് പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസമാണ്. അത്രയും നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ നോക്കുക, അപ്പൊ ഞാൻ പറയാൻ കാരണം ആംബുലേറ്ററി എന്ന് പറയുന്നത് നടക്കാവുന്നത്, നീങ്ങാവുന്നത്, സഞ്ചരിക്കാവുന്നത്. അപ്പോ രോഗിയെ സംബന്ധിച്ച് രോഗി ഉണർന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞ രോഗി പല ആക്ടിവിറ്റികളിലും ഏർപ്പെടുന്ന ഒരു സമയം അല്ലെ, എന്ന് പറഞ്ഞ രോഗി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്ന ഒരു സമയം അല്ലെ. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ മെഷീന്റെ ആവശ്യമില്ല. ഇപ്പൊ ഒന്ന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു, ഇപ്പൊ ഒരു മെഷീൻ വേണമെന്ന് വിചാരിക്കും. മെഷീൻ വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ മെഷീന്റെ അടുത്ത് പോയി ഇരിക്കേണ്ടതായിട്ട് വരും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ നീങ്ങാനും നടക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അല്ലെ, കാരണം മെഷീനോട് അറ്റാച്ച് ചെയ്ത് നമ്മൾ ഇരിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു വിഷയമില്ല, മെഷീൻ ആവശ്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വേക്കിംഗ് അവേഴ്സിൽ രോഗി ഉണർന്നിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ രോഗി പല പല ആക്ടിവിറ്റീസിൽ വ്യാപൃതരായിട്ട് ഇരിക്കുന്ന സമയത്ത് രോഗിക്ക് വളരെ ഈസി ആയിട്ട് മെഷീന്റെ പ്രശ്നമില്ല. അപ്പൊ ഈ ഒരു ഫ്ലൂയിഡ് നിറയ്ക്ക് അവർക്ക് അവരുടെ ആക്ടിവിറ്റീസുകൾ ചെയ്യാൻ, കുറച്ച് കഴിയുമ്പോൾ അത് ഡ്രെയിൻ ചെയ്ത് കളയാം. ആ രീതിയിലുള്ളൊരു ഡയാലിസിസ് കേട്ടോ, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് CCPD കേട്ടോ. CCPD കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. കത്തീറ്റർ എപ്പോഴും ഇൻസൈഡ് ഉണ്ടാകും. കത്തീറ്ററിന്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് പുറത്തോട്ട് ഉണ്ടാവും കേട്ടോ. പുറത്ത് നമ്മൾ ഇങ്ങനെ അടച്ചു വെക്കാൻ പാകത്തില് കത്തീറ്ററിന്റെ ഒരു ചെറിയ പോർഷൻ ഉണ്ടാവും. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് അറിയില്ല, ഇത്ര മാത്രമേ അറിയുള്ളൂ കേട്ടോ. അതായത് കത്തീറ്ററിന്റെ ഒരു ചെറിയൊരു പോർഷൻ പുറത്ത് ഉണ്ടാവും. അതിന് നമുക്ക് ക്ലോസ് ചെയ്തിട്ടാ, ഫ്ലൂയിഡ് നിറച്ച് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ആ രീതിയിലാണ് എനിക്കറിയാവുന്ന അത്രയാണ്, ബാക്കി അറിയില്ല. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇറ്റ് നീഡ്സ് ദ യൂസ് ഓഫ് എ പെർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഹോം കേട്ടോ. അപ്പൊ നമുക്കൊരു വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, CCPD ചെയ്യുന്നത്. ഒരു കാര്യം ഓർത്ത് വെക്കാം, CAPDക്ക് മാത്രമേ മെഷീൻ ആവശ്യമില്ലാത്തതുള്ളൂ കേട്ടോ. അതേസമയം CCPDക്കും IPDക്കും എന്താണ് മെഷീൻ ആവശ്യമാണ്. മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന മെഷീന്റെ സഹായത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, CCPD അഥവാ കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നത് കേട്ടോ. നോക്കാം, ദിസ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് പെർഫോംഡ് ഓട്ടോമാറ്റിക്കലി വെൻ ദ പേഷ്യന്റ് ഈസ് സ്ലീപ്പിംഗ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത്, പേഷ്യന്റ് ഉറങ്ങുന്ന സമയത്ത് അത് എന്താണ് ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡയാലിസിസ് ആണ്. സോ ഉറങ്ങുന്ന സമയത്ത്, രോഗി ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ രോഗി ഉറങ്ങാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മെഷീനോട് അറ്റാച്ച് ചെയ്ത് അവരൊന്ന് കിടന്ന് അവർക്ക് ഉറങ്ങാം. ആ മെഷീനുമായിട്ട് അറ്റാച്ച് ചെയ്ത് അവർക്ക് കിടക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ആ ഒരു സ്ലീപ്പിംഗ് സമയത്ത് ഈ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ഡയാലിസിസ് നടന്നുകൊണ്ടേയിരിക്കും. രോഗിക്ക് ഉറങ്ങുകയും ചെയ്യാം, മെഷീൻ വേണം അല്ലെ. മെഷീൻ അറ്റാച്ച് ചെയ്തിട്ട് രോഗി ബെഡിൽ ഉറങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് നടന്നുകൊണ്ടിരിക്കും, ഈ ഒരു ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കും കേട്ടോ. അതാണ് CCPD എന്ന് പറയുന്നത്, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. വേക്കിംഗ് സമയത്ത് ചെയ്യുന്നത് ഏതാ, CAPD കേട്ടോ. സ്ലീപ്പിംഗ് സമയത്ത് ചെയ്യുന്നത് ഏതാ, CCPD കേട്ടോ. മെഷീൻ ആവശ്യമില്ലാത്ത ഡയാലിസിസ് ഏതാ, CAPD. ബാക്കി രണ്ടെണ്ണത്തിന് എന്ത് വേണം, മെഷീൻ ആവശ്യമുണ്ട് കേട്ടോ. ഇനി നോക്കുക, ഇന്റർമീറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ IPD. ഇന്റർമീറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഡയാലിസിസ് ആണ്. ഇന്റർമീറ്റന്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ടൈമോ ഒരു നിശ്ചിത ഇന്റർവെൽ ഓഫ് ടൈമില് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയാലിസിസ് ആണ്. അതാണ് ഇന്റർമീറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. നോക്കുക, ഇറ്റ് യൂസസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആസ് ദ CCPD. അത് CCPD പോലെ, നേരത്തെ നമ്മൾ പറഞ്ഞ തൊട്ട് മുമ്പ് പറഞ്ഞ CCPD പോലെയുള്ള അതേ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർമീറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നത്. ബട്ട് ട്രീറ്റ്മെന്റ്സ് വിൽ ബി ലോങ്. പക്ഷെ ട്രീറ്റ്മെന്റുകൾ എപ്പോഴും എന്തായിരിക്കും, ലോങ് ആയിരിക്കും അല്ലെ. ട്രീറ്റ്മെന്റ് വളരെയധികം നീണ്ടതായിരിക്കും. കാര്യം ഇന്റർമീറ്റന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം തന്നെ ലോങ്ങർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ അതിങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു നിശ്ചിത ഇടവേളകൾ വെച്ച് ഇന്റർമീറ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയാലിസിസ് ആണ് കേട്ടോ. IPD can be done at home, but it is usually in the hospital. ഈ പറയുന്ന ഇന്റർമീറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പക്ഷെ യൂഷ്വലി അത് എവിടെയായിരിക്കും ചെയ്യാറ്, ഹോസ്പിറ്റലിൽ. ഹോസ്പിറ്റലിൽ ചെയ്യുന്നതാണ്, ഹോസ്പിറ്റലിലാണ് പൊതുവെ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് വീട്ടിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ.
IPD ക്യാൻ ബി ഡൺ അറ്റ് ഹോം. നമുക്ക് വീട്ടിലും ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ പൊതുവെ നമ്മൾ ഇത് ചെയ്യുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലിലാണ്. കാരണം ഇന്റർമീഡിയന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ഡയാലിസിസ് ആണ് കേട്ടോ. ഇത്രയുമാണ് 3 ടൈപ്പ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഒത്തിരിക്കുക പോയിന്റുകളൊക്കെ CAPDയുടെ CCPDയുടെ IPDയുടെ ഒക്കെ ഫുൾ ഫോം ആദ്യം പഠിച്ചു വെക്കുക കേട്ടോ. CAPDയുടെ എന്താണ് മെഷീൻ ആവശ്യമില്ല. അതുപോലെ അതൊരു രോഗി ഉണർന്നിരിക്കുന്ന സമയങ്ങളിലാണ് ചെയ്യുന്നത്. ഓക്കെ, CCPD എന്ന് പറയുമ്പോൾ അതിന് മെഷീൻ ആവശ്യമുണ്ട്. പിന്നെ അത് രോഗി ഉറങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു ഡയാലിസിസ് ആണ്. IPD എന്ന് പറഞ്ഞ ഇന്റർമീഡിയന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അതായത് എന്താണ്, ഇതിനും മെഷീൻ ആവശ്യമാണ്. പക്ഷെ ഇതിന്റെ ട്രീറ്റ്മെന്റ് വളരെയധികം ലോങ്ങർ ആയിരിക്കും. ഇത് നമുക്ക് വീട്ടിൽ നമുക്ക് ചെയ്യാം. പക്ഷെ എന്താണ്, പൊതുവെ ഇത് ചെയ്യുന്നത് എവിടെയാണ്? ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ 3 ടൈപ്പ് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? CAPD, CCPD, IPD. ഓക്കെ, റസീന ചോദിച്ചതിന് ഒരു ആൻസർ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിക്കാതെ the supplies and equipment needed, duration of each treatment, and the number of treatments per day that will differ depending on the type of PD you are using and your medical condition. റസീന നേരത്തെ ഒരു കാര്യം ചോദിച്ചില്ലേ, ദിവസത്തിൽ ചെയ്യണോ എല്ലാ ദിവസവും ചെയ്യണോ എന്ന് ചോദിച്ചില്ലേ? അതിനുള്ള ഉത്തരവാണ് അവിടെ ഇത്. അതായത് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് നീഡഡ്, എന്തൊക്കെ സപ്ലൈസ് ഉണ്ട്, എന്തൊക്കെ എക്യുപ്മെന്റുകളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ്, ആ ട്രീറ്റ്മെന്റിന് എടുക്കുന്ന സമയം, അതായത് എക്സ്ചേഞ്ചിന് എടുക്കുന്ന സമയം. നമ്മൾ ഫ്ലൂയിഡ് നിറയ്ക്കുന്നു, കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് അത് ഡ്രെയിൻ ചെയ്ത് കളയണം അല്ലെ? അത് എത്ര സമയം കഴിഞ്ഞിട്ട് അത് ഡ്രെയിൻ ചെയ്ത് കളയണം? 1 മണിക്കൂറാണോ 2 മണിക്കൂറാണോ? അതുപോലെ ഓരോ എക്സ്ചേഞ്ചിന് എത്ര ഇടവേളകളിൽ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ. ആ ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ്. അതുപോലെ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് പെർ ഡേ, ഒരു ദിവസത്തിൽ എത്ര തവണ ചെയ്യണം, ദിവസത്തിൽ ചെയ്യണോ അതോ ആഴ്ചയിൽ 2-3 ദിവസത്തിൽ ചെയ്താൽ മതി, ഇത് ചെയ്യണോ അതോ 1-2 ദിവസം ചെയ്താൽ മതിയോ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അതുപോലെ ദിവസത്തിൽ എത്ര തവണ ചെയ്യണം അല്ലെ, നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് പെർ ഡേ. That will differ depending on the type of PD you are using and your medical condition. അത് രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ, ഏത് ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് അവർ ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. 3 ടൈപ്പ് നമ്മൾ പഠിച്ചല്ലോ. CCPD ചെയ്യണോ, CAPD ചെയ്യണോ, IPD ചെയ്യണോ എന്നുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ അവരുടെ മെഡിക്കൽ കണ്ടീഷൻ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് അല്ലെ? അതിനൊക്കെ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്, ഏത് ടൈപ്പ് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. ഇനിയോ, നോർമലി ദിസ് പ്രോസസ് ടേക്സ് a few hours and is required to be repeated 4 to 6 times per day ആണ് പറയുന്നത്. അപ്പൊ സാധാരണ ഇതിന് ഏതാനും മണിക്കൂറുകൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പെർ ഡേ പൊതുവെയാണ് പറയുന്നത് കേട്ടോ. പെർ ഡേയില്, അതായത് ഡെയിലിയില് ഒരു ഏകദേശം ഒരു 4 തൊട്ട് 6 സമയം വരെയാണ് ഇത് റിപ്പീറ്റ് ചെയ്യാവുന്നത് കേട്ടോ. നമ്മളിപ്പോ ഒരു ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഒരു 4 മുതൽ 6 തവണ വരെ, 4 to 1 മുതൽ 4 1 to 6 ടൈംസ് വരെ ഈ ഒരു ഡയാലിസിസ് റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. 6 തവണ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് ചെയ്യാം. ഫ്ലൂയിഡ് നിറയ്ക്കുക, ഡ്രെയിൻ ചെയ്യുക, വീണ്ടും കഴിഞ്ഞ് ഫ്ലൂയിഡ് നിറയ്ക്കുക, ഡ്രെയിൻ ചെയ്യുക. അങ്ങനെ ഒരു 4 മുതൽ 6 തവണ വരെ പെർ ഡേ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് പെരിറ്റോണിയൽ ഡയാലിസിസിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ, 3ാമത്തെ ടൈപ്പ് ആയിട്ടാണ് സി എന്നും പറഞ്ഞാണ് കൊടുത്തത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 3 ടൈപ്പ് ഡയാലിസിസ് ഉണ്ടോ എന്ന് വിചാരിക്കും. ശരിക്കും 3 ടൈപ്പ് 2 ടൈപ്പാണ് കേട്ടോ. ഹീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസ് 2 ടൈപ്പേ ഉള്ളൂ. ഇനി ഇവിടെ എന്തുകൊണ്ട് സി എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് 3ാമതൊരു ടൈപ്പ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് ആണ് കേട്ടോ. നമ്മൾ ഈ പറയുന്ന CRRT എന്ന് പറയുന്നത് അതൊരു ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് തന്നെയാണ് കേട്ടോ. ഹീമോ ഡയാലിസിസിന്റെ തന്നെ വേറൊരു എന്താ പറയാ വെർഷൻ ആണെന്ന് പറഞ്ഞേ, വേറൊരു വകഭേദം എന്നൊക്കെ പറയില്ല. അങ്ങനെ ഒരു സംഭവമാണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അതുകൊണ്ട് ശരിക്കും അതൊരു 3ാമതൊരു ടൈപ്പ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ശരിക്കും നോക്കുകയാണെങ്കിൽ 2 ടൈപ്പേ ഉള്ളൂ. അത് ഹീമോ ഡയാലിസിസും അതുപോലെ തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ഈ പറയുന്ന CRRT എന്ന് പറഞ്ഞിട്ട് അനദർ ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അതിന് നമുക്ക് വേറൊരു കാറ്റഗറിയിൽ ഒന്നും പെടുത്തേണ്ട കാര്യമില്ല. എന്താ നോക്കാം കേട്ടോ. അടുത്തതാണ് CRRT. CRRT എന്താണ്? കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. ഇതാണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. ഓക്കെ, അതെല്ലാം ചെയ്ത് വെക്കാം കേട്ടോ.
എന്താണ് ഇതിന്റെ പ്രത്യേകത? This therapy is used mainly in the intensive care unit for the people with the severe kidney failure. അതായത് ഏറ്റവും സിവിയർ ആയിട്ട് കിഡ്നി ഫെയിലിയർ വന്നിട്ടുള്ള പീപ്പിൾസ് ആളുകൾ അല്ലെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പേഷ്യൻസിനാണ് ICU പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ്. നിങ്ങളോട് ചിന്തിക്കുകയാണെങ്കിൽ അതേതാണ്? CRRT ആണ് കേട്ടോ. CRRT ആണ്. അതായത് ICU പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെ വളരെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളുള്ള രോഗികളാണ് അല്ലെ. അങ്ങനെ വളരെ സിവിയർ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ സംഭവിച്ചിട്ടുള്ള ICU പേഷ്യൻസിനായിട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് CRRT എന്ന് പറയുന്നത് കേട്ടോ. തെറാപ്പി ഈസ് യൂസ്ഡ് മെയിൻലി ഇൻ ദ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ ദ പീപ്പിൾ വിത്ത് സിവിയർ കിഡ്നി ഫെയിലിയർ. സിവിയർ കിഡ്നി ഫെയിലിയർ അത് എന്താണെന്ന് വെച്ചാൽ ICU പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അത് കിഡ്നി ഫെയിലിയർ മാത്രമായിട്ടുള്ള ആളുകൾ തന്നെ ആണെന്നില്ല അല്ലെ. മറ്റു പല അസുഖങ്ങളുണ്ട്, ഹാർട്ട് ഫെയിലിയർ ആയിട്ടോ മറ്റെന്തെങ്കിലും ഒരുപാട് സീരിയസ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകളാണ് ICUയിൽ നമ്മൾ പ്രവേശിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്കൊക്കെ കിഡ്നി ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ഒരു റെഗുലർ ഡയാലിസിസ് ടോളറേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. അതായത് ഒരു നോർമലി ഉള്ള ഒരു ഡയാലിസിസ് ചിലപ്പോൾ അവർക്ക് ചെയ്യാനായിട്ട് അവർക്കൊരു അവരുടെ ബോഡി അതിന് ചിലപ്പോൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ബോഡിക്ക് അത് താങ്ങാനായിട്ട് ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കായിട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് CRRT എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഹീമോഫിൽട്രേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹീമോഫിൽട്രേഷൻ അങ്ങനെ മറ്റൊരു പേരാണ് കേട്ടോ, ഹീമോഫിൽട്രേഷൻ. ഹീമോഫിൽട്രേഷൻ എന്ന് പറയുന്നത് ഇതിന് തന്നെയാണ് CRRT തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ എങ്ങനെയാണ്? ഇതുപോലെ തന്നെയാണ്, ഹീമോ ഡയാലിസിസ് പോലെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കത് വായിക്കാം. എ മെഷീൻ passes the blood through a tube. A filter then eliminates waste product and water. The blood is returned to the body together with the replacement fluid. അപ്പൊ ഇവിടെ ഇതുപോലെയാണ്, ഒരു മെഷീൻ passes the blood through a tube കേട്ടോ. അതായത് നമ്മളൊരു മെഷീൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ മെഷീനിലൂടെ എന്ത് ചെയ്യാണ്? ബ്ലഡ് കടന്നു പോകാൻ കേട്ടോ. അതായത് ട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്. ട്യൂബ് പല സിസ്റ്റം ഓഫ് ട്യൂബിംഗ് സിസ്റ്റംസ് ഉണ്ട്. അതിലൂടെ ബ്ലഡ് എന്താണ് മെഷീനിലൂടെ കടന്നു പോകുന്നു. ഫിൽറ്റർ ദെൻ എലിമിനേറ്റ് വേസ്റ്റ് പ്രോഡക്റ്റ് വാട്ടർ. അതിനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ ഈ പറയുന്ന വേസ്റ്റ് പ്രോഡക്റ്റുകളെ മറ്റുള്ള അധിക എക്സ്ട്രാ ഫ്ലൂയിഡുകളൊക്കെ എലിമിനേറ്റ് ചെയ്തു കേട്ടോ. എലിമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ടോ ദ ബ്ലഡ് ഈസ് റിട്ടേൺഡ് ടു ദ ബോഡി ടുഗെദർ വിത്ത് ദ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ്. അതാണ് അവിടെ ഒരു വ്യത്യാസം. The blood is returned to the body together with the replacement fluid. അതിനുശേഷം ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ബ്ലഡിനെ ബോഡിയിലേക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, the blood is returned to the body together with the replacement fluid. അതായത് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ബ്ലഡിനെ ബോഡിയിലേക്ക് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ഒരു സംശയം, എന്തിനാണ് ഈ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് മിക്സ് ചെയ്ത് വിടുന്നത്? പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ വെറുതെ കടത്തി വിടുന്നതിന് പകരം റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്യുന്നു. റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് മിക്സ് ചെയ്യുന്നതിന് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഈ പേഷ്യന്റിന്റെ ഇലക്ട്രോലൈറ്റ്സുകളൊക്കെ ബാലൻസ് ചെയ്യാനായിട്ടാണ് കേട്ടോ. റീസ്റ്റോർ വിത്ത് ബ്ലഡ് ലെവൽ, അതായത് ആ ഒരു രോഗിയില് ആ ഒരു ബ്ലഡിന്റെ ലെവല് റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അഥവാ ആ ഒരു എന്താ പറയുക ഇലക്ട്രോലൈറ്റുകള് ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഏതാണ് ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് എല്ലാ ടൈപ്പും ഒരു പേഷ്യന്റിൽ ചെയ്യും. ചെയ്യിരിക്കില്ല, എല്ലാം ഒരു പേഷ്യന്റിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ. ഡീറ്റെയിലൊന്നും എനിക്ക് അറിയില്ല, ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, ദ ബ്ലഡ് ഈസ് റിട്ടേൺഡ് ടു ദ, നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്, റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? റീസ്റ്റോർ ദ ബ്ലഡ് ലെവൽസ്, ആ ബ്ലഡിന്റെ ലെവൽസ് റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അഥവാ അവരുടെ ശരീരത്തിനകത്തുള്ള ഇലക്ട്രോലൈറ്റ്സുകളുടെ ഒക്കെ ലെവലുകള് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്ത് വിടുന്നത്. കാരണം അത്രയും സിവിയർ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് കേട്ടോ. പിന്നെന്താണ് കാര്യം? ഡയാലിസിസ് ചെയ്യുമ്പോൾ ഇവരുടെ ബോഡിയിൽ ശാരീരികമായിട്ട് പല മാറ്റങ്ങൾ വരും, ഇംബാലൻസുകളൊക്കെ വരും. അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ടാണ് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് മിക്സ് ചെയ്ത് കയറ്റി വിടുന്നത് കേട്ടോ. ദിസ് പ്രൊസീജിയർ, ഇനി നോക്കിയേ മറ്റൊരു പ്രത്യേകത എന്താണ്? This procedure is discharged 12 to 24 hours a day, normally every day. കണ്ടോ, എല്ലാ ദിവസവും, അതായത് 12 മണിക്കൂർ തൊട്ട് 24 മണിക്കൂർ വരെ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്
CRRT എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് അത്ര സമയം എടുക്കുന്നത്? നമ്മൾ പറഞ്ഞു ICU പേഷ്യൻസ് ആണ് അല്ലെ, വളരെ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള പേഷ്യൻസ് ആണ്. ഒറ്റയടിക്കൊന്നും 8 മണിക്കൂറുകളൊന്നും അവരുടെ ഡയാലിസിസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. വളരെ സാവധാനം, ശരിക്കും പറഞ്ഞ 12 മണിക്കൂർ തൊട്ട് 24 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് എവരി ഡേ, എല്ലാ ദിവസവും തുടർച്ചയായിട്ടാണ് ഈ പറയുന്ന ഡയാലിസിസ് ചെയ്യുന്നത് കേട്ടോ. CRRT ഏതാനും മണിക്കൂറുകൾ കൊണ്ടല്ല ഇത് ചെയ്യുന്നത്. കാര്യം പെട്ടെന്ന് അങ്ങനെ ചെയ്യാനായിട്ട് അവരുടെ ബോഡി ടോളറേറ്റ് ചെയ്യാനായിട്ട് അതിന് സാധിക്കില്ല. വളരെ സമയം എടുത്ത് വളരെ സാവധാനം ഫുൾ ടൈം എടുത്തുകൊണ്ടാണ് ഈ ഒരു ഡയാലിസിസ് പ്രൊസീജിയർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓർത്ത് വെക്കാം, CRRTയുടെ ഫുൾ ഫോം പഠിക്കാം. അത് ആർക്കാണ്, എങ്ങനെയുള്ള പേഷ്യൻസിനാണ് കൊടുക്കുന്നത്? ICU പേഷ്യൻസിനായിട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് CRRT എന്ന് പറയുന്നത്. അതിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഹീമോഫിൽട്രേഷൻ. ഓക്കെ, പിന്നെ 12 to 24 hours എവരി ഡേ ചെയ്യുന്ന ഡയാലിസിസ് ഏതാണെന്ന് വെച്ചാൽ CRRT ആണ്. ഓക്കെ, ഇവിടെ എന്താ മറ്റൊരു പ്രത്യേകത നമ്മൾ പഠിച്ചത്? മിക്സിനെ എന്തായിരുന്നു? റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് അല്ലെ, റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ബ്ലഡിനെ ബോഡിയിലോട്ട് കടത്തിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ടൈപ്പ് ഓഫ് ഡയാലിസിസ് പഠിച്ചു കഴിഞ്ഞു. ഹീമോ ഡയാലിസിസ് എന്താണ്, പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്, CRRT. ഓക്കെ, ഓക്കെ ആണോ? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ്, ഡയാലിസിസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഡയാലിസിസ് ഏറ്റവും ഇഫക്റ്റീവ് ആകണമെങ്കിൽ അതിന്റെ ബെനിഫിറ്റുകൾ അല്ലെ, ഒരു ഡയാലിസിസിന്റെ ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വെറുതെ ഒരു ഡയാലിസിസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലെ. ഡയാലിസിസിന്റെ ആ ഒരു ഫലപ്രാപ്തി, അതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് എല്ലാ രീതിയിലും ലഭിക്കണമെങ്കിൽ പേഷ്യന്റ് എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നോക്കുക, ദ ഫോളോയിങ് സ്റ്റെപ്സ് ക്യാൻ ഹെൽപ്പ് ഇൻക്രീസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് യുവർ ഡയാലിസിസ് കേട്ടോ. അതായത് നമുക്കൊരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഇഫക്റ്റീവ്നെസ്, അതിന്റെ ആ ഒരു ഫലപ്രാപ്തി അത് ഇൻക്രീസ് ചെയ്യുന്നതിനായിട്ട് താഴെ പറയുന്ന സ്റ്റെപ്പുകൾ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ദ ഫോളോയിങ് സ്റ്റെപ്സ് ക്യാൻ ഹെൽപ്പ് ഇൻക്രീസ് the effectiveness of your dialysis treatment. ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഇഫക്റ്റീവ്നെസ് അതൊരു ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് താഴെ പറയുന്ന സ്റ്റെപ്സുകൾ നമുക്ക് ഫോളോ ചെയ്യുന്നതാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. അതായത് ഒരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന, അവര് ശുപാർശ ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ചുകൊണ്ട് ട്രീറ്റ്മെന്റുകൾ കംപ്ലീറ്റ് ചെയ്യുക, പൂർത്തിയാക്കുക അല്ലെ. ഒരു ഡോക്ടർ പറയും ഇന്ന ടൈപ്പ് ഡയാലിസിസ് ചെയ്യണം, അത് ഇന്ന ഇത്ര ടൈമില് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും. നേരത്തെ പറഞ്ഞ ദിവസത്തില് അല്ലെങ്കിൽ ചിലപ്പോൾ വീക്കിലി 2 പ്രാവശ്യമാണ്, അത് ഓരോ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചുണ്ടാവും. എന്താണെങ്കിലും ഒരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ച് ട്രീറ്റ്മെന്റുകൾ എന്ത് ചെയ്തിരിക്കണം? കംപ്ലീറ്റ് ചെയ്തിരിക്കണം കേട്ടോ, പൂർത്തിയാക്കിയിരിക്കണം. എങ്കിലേ നമുക്ക് അതിന്റെ ആ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അതൊരു എന്താ പറയാ എഫക്റ്റീവ്നെസ് നമുക്ക് ലഭിക്കുള്ളൂ കേട്ടോ. സോ കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. അതായത് റെക്കമെൻഡ് ചെയ്ത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ചുകൊണ്ട് ട്രീറ്റ്മെന്റുകൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അടുത്ത പോയിന്റ് നോക്കിയേ, അവൈഡ് കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ദ ഡയറ്റീഷ്യൻ. അവൈഡ് കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ദ ഡയറ്റീഷ്യൻ. ഒരു ഡയറ്റീഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു ഭക്ഷണക്രമം കൃത്യമായിട്ട് പാലിക്കുക. ഇപ്പൊ നിങ്ങൾ ഡയറ്ററി സർവീസ് പഠിച്ചോ? നിങ്ങൾ അതിനകത്ത് റീനൽ ഡയറ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. അതായത് നമുക്ക് ആയിട്ടുള്ള പേഷ്യൻസിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഡയറ്റ് ആണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡയറ്റീഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു റീനൽ ഡയറ്റ് അല്ലെങ്കിൽ അവർക്കായിട്ട് നിശ്ചയിക്കുന്ന ആ ഒരു ഭക്ഷണക്രമം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യാ? പാലിക്കുക. അവരുടെ വെച്ചാൽ പാലിക്കുക. അതൊരു പേഷ്യന്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വന്നിട്ട് get as much physical activity as possible to improve your strength and heart health. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് അതുപോലെ തന്നെ ഹാർട്ട് ഹെൽത്ത്, ഹൃദയാരോഗ്യം, ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട് കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികളിൽ എന്ത് ചെയ്യാം? കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികൾ ചെയ്യുക കേട്ടോ.
get as much physical activity as possible to improve your strength and heart health. അതായത് ഈ പറയുന്ന രോഗികളാണെങ്കിൽ അവരുടെ സ്ട്രെങ്ത് അവരുടെ ഹാർട്ട് ഹെൽത്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കഴിയാവുന്ന ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവരെ ഏർപ്പെടും. അത് ഡോക്ടർ പറയും അതിനനുസരിച്ച് കൊണ്ട് അവര് ചെയ്യുക, എങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു സ്ട്രെങ്തും ഹാർട്ടിന്റെ ഹെൽത്തും ഒക്കെ അവർക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. പിന്നെ എന്താണ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡയാലിസിസ് പ്രൊവൈഡർ and the pharmacist about any medications, supplements or herbal product you are taking or are considering starting. അതായത് ഇപ്പൊ നിങ്ങൾ രോഗികളാണ് കേട്ടോ, അപ്പൊ രോഗികള് കഴിക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ അവരെടുക്കാൻ ഉദ്ദേശിക്കുന്ന സപ്ലിമെന്റ്സുകൾ, എന്തെങ്കിലും ഹെൽത്ത് സപ്ലിമെന്റ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഔഷധ മരുന്നുകളോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നതായിട്ടുള്ളതാണോ അല്ലെങ്കിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നു, അത്തരം കാര്യങ്ങൾ ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും രോഗി അവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഡയാലിസിസ് പേഷ്യന്റ് അപ്പൊ അവരെടുക്കുന്നതോ എടുക്കാൻ ഉദ്ദേശിക്കുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും മെഡിക്കേഷൻസുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹെൽത്ത് സപ്ലിമെന്റ്സുകളോ, ഇനി ചിലർ അതിന്റെ കൂടെ ആയുർവേദം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വല്ല ഹെർബൽ പ്രോഡക്റ്റ് അല്ലെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത്തരം വിവരങ്ങൾ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം, ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അവരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്, ടോക്ക് വിത്ത് ഡയാലിസിസ് ടീം അബൌട്ട് എനി ആൻസൈറ്റി ഓർ സൈഡ് ഇഫക്ട്സ് ദാറ്റ് യു മേ ഹാവ്. ഇനി നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സൈഡ് ഇഫക്റ്റുകള്, ഉത്കണ്ഠകളെ പറ്റിയിട്ട് ഡയാലിസിസ് ടീമുമായിട്ട് തുറന്ന് സംസാരിക്കുക. ടോക്ക് വിത്ത് ഡയാലിസിസ് ടീം അബൌട്ട് എനി ആൻസൈറ്റി ഓർ സൈഡ് ഇഫക്ട്സ് that you may have. അതായത് നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഉത്കണ്ഠ, എന്തെങ്കിലും കൺസേൺസ്, തീർച്ചയായിട്ടും ഇത്തരം ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ സൈഡ് ഇഫക്റ്റുകളെ പറ്റിയിട്ട് ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടൊക്കെ ആശങ്കകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിച്ച് എന്ത് ചെയ്യേണ്ടതാണ്, ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡയാലിസിന്റെ ആ ഒരു ബെനിഫിറ്റ്. ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ ഒരു ഫലപ്രാപ്തി ലഭിക്കണമെങ്കിൽ പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അറിയാലോ, ഡോക്ടർ നിർദ്ദേശിക്കുന്ന റെക്കമെൻഡ് ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ച് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക, ഡയറ്റീഷ്യൻ പറയുന്ന ഭക്ഷണക്രമം പാലിക്കുക, പിന്നെ ഈ പറയുന്ന സ്ട്രെങ്ത്തും ഹാർട്ട് ഹെൽത്തും വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട് കഴിയാവുന്ന ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ എടുക്കുന്നതോ എടുക്കാൻ ഉദ്ദേശിക്കുന്നതോ ആയിട്ടുള്ള മെഡിക്കേഷൻസുകളോ മറ്റ് സപ്ലിമെന്റ്സുകളോ ഹെർബൽ പ്രോഡക്റ്റുകളോ ഉണ്ടെങ്കിൽ അത് ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സൈഡ് ഇഫക്റ്റുകൾ, ആൻസൈറ്റിനെ പറ്റിയിട്ട് ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ആഫ്റ്റർ ഇഫക്ട്സ് ഓഫ് ഡയാലിസിസ്. ഇനി ഡയാലിസിസ് കൊണ്ടുള്ള ആഫ്റ്റർ ഇഫക്റ്റുകൾ എന്തൊക്കെയാണ് കേട്ടോ. നമുക്കറിയാം, ഏതൊരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് അതിൻ്റെതായ ചില സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലെ. സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാകുന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന ഹീമോ ഡയാലിസിസ് ചെയ്യുകയാണെങ്കിലും പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുകയാണെങ്കിലും അതുപോലെ ഉണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റുകൾ എന്തൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഹീമോ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട് ഏതാണ്, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട് ഏതാണ്, അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്നത് താഴെ തന്നിരിക്കുന്ന ഹീമോ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്റ്റിൽ ഉൾപ്പെടുന്നത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത്. തിരിച്ചും ചോദിക്കാം, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്റ്റിൽ ഉൾപ്പെടുന്നത് അങ്ങോട്ട് മാറിപ്പോകുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്, നോക്കിയാൽ മതി. നോക്കാം. Both the types of dialysis come with the side effects. It can also be difficult to tell surely whether its symptom is because of dialysis or the kidney failure that is also affecting the body. Some of the most common after effects the people tell of include. ഡയാലിസിസ് ചെയ്യുന്നത് മൂലം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അല്ലെ. പല രോഗലക്ഷണങ്ങളൊക്കെ, രോഗലക്ഷണമല്ല പല സിംറ്റംസുകളൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടായിരിക്കും. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അപ്പൊ പൊതുവെ ആളുകൾ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ പൊതുവെ ആളുകളിൽ കണ്ടുവരുന്ന ആഫ്റ്റർ ഇഫക്റ്റുകളാണ് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. നോക്ക്, HDയാണ് നമ്മൾ ആദ്യം പറയുന്നത് കേട്ടോ. ഹീമോ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ അതാണ് കൂടുതൽ പഠിക്കാനുള്ളത്. എന്നിട്ട് ഒരു 5 പോയിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താണ്, സ്റ്റോപ്പേജ് ഇൻ യുവർ
വാസ്കുലർ ആക്സസ് സൈറ്റ് ബ്രാക്കറ്റില് എൻട്രൻസ് പോയിന്റ് കേട്ടോ. അതാണ് സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ് എൻട്രൻസ് പോയിന്റ്. വാസ്കുലർ ആക്സസ് സൈറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഇറ്റ്സ് എൻ ഓപ്പണിംഗ് അല്ലെങ്കിൽ എൻട്രൻസ് പോയിന്റ് ഓഫ് എന്താണ് ബ്ലഡ് വെസൽ അല്ലെ. നമ്മുടെ ബ്ലഡ് വെസലിൽ നമ്മൾ ഓപ്പണിംഗ് ആ എൻട്രൻസ് പോയിന്റിനെയാണ് നമ്മൾ വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. സോ വാസ്കുലർ ആക്സസ് സൈറ്റിൽ ഉണ്ടാകുന്ന സ്റ്റോപ്പേജ് ദാറ്റ് മീൻസ് ബ്ലോക്കേജ് ഉണ്ടാകും. അങ്ങനെ സംഭവിക്കുന്നു എന്നല്ല പറയുന്നത്, ഇതൊക്കെ സാധ്യതകളാണ്, ആയിട്ട് വരാവുന്നതാണ് അല്ലെ. വാസ്കുലർ ആക്സസ് സൈറ്റില് ബ്ലോക്ക് വരെയാണ്, ഞങ്ങളുടെ ബ്ലഡ് വല്ല ബ്ലോക്ക് ആയി പിടിക്കാം, അല്ലെങ്കിൽ വല്ല ഇൻഫെക്ഷൻ വന്നത് മൂലം അവിടെ എന്താ പറയുക വാസ്കുലർ ആക്സസ് സൈറ്റ് ഭയങ്കര നാരോ ആയി പോവുക അല്ലെ, വല്ല ചുരുങ്ങി പോയി അവിടെ ബ്ലഡ് ഇങ്ങനെ കട്ട പിടിക്കാം, ബ്ലഡിന്റെ ബ്ലോക്കേജ് വരാം, അതൊക്കെ ഇതിന് സാധ്യതയുള്ള ആട്രിബ്യൂട്ട് ആണ് കേട്ടോ. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ്. രണ്ടാമത്തത് മസ്കുലർ സ്പാസം കേട്ടോ. മസ്കുലർ സ്പാസം എന്ന് പറഞ്ഞാൽ പേശി വരിക എന്ന് പറയും കേട്ടോ. മസിൽ ക്രാമ്പ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അത് ഈ ഡയബറ്റിക് പേഷ്യൻസിന് പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മസ്കുലർ സ്പാസം കേട്ടോ. പേശി വരിക എന്ന് പറയും, ഭയങ്കര പെയിൻഫുൾ ആണിത്. മസിൽ ക്രാംസ് ഒക്കെ വരും കേട്ടോ, മസിൽ ക്രാംസ് കേട്ടോ. ഓക്കെ, അപ്പൊ മസ്കുലർ സ്പാസം തന്നെ പേശി വരികയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഹൈപ്പോടെൻഷൻ. ഹൈപ്പോടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ബ്ലഡ് പ്രഷർ ആണ് അല്ലെ. എന്താണ്? ലോ ബ്ലഡ് പ്രഷർ ആണ്. ഏതൊരു വാക്കിന്റെ കൂടെ ഹൈപ്പോ എന്ന് കണ്ടാൽ ലോ ലെവലാണ്, ഹൈപ്പർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഹൈ ലെവലാണ്. ഓക്കെ, ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഹൈ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹൈപ്പർ തൈറോയിഡിസം അല്ലെ, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ ഹൈ ലെവലാണ് അല്ലെ, ഹൈ ലെവൽ ഓഫ് ബ്ലഡ് പ്രഷർ ആണ്. ഹൈപ്പോ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോ ലെവലാണ് അല്ലെ, ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകുന്ന അവസ്ഥ അല്ലെ. ബ്രാക്കറ്റിൽ കൊടുക്കുക ലോ ബ്ലഡ് പ്രഷർ കുറയുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ വീക്ക്നെസ്, ഡിസ്നെസ് ഓർ നോസിയ. വീക്ക്നെസ് അറിയാലോ, വളരെ ഒരു ബലഹീനത. അതുപോലെ തന്നെ ഡിസ്നെസ് അല്ലെ, തലകറക്ക് അനുഭവപ്പെടുക. നോസിയ മീൻസ് വോമിറ്റിംഗ് ആണ് അല്ലെ, അതായത് ഒരു വോമിറ്റിംഗ് അല്ല, ഒരു ഓക്കാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഛർദ്ദിക്കാൻ വരുന്ന ഒരവസ്ഥ. അതൊക്കെ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. വീക്ക്നെസ് ബലഹീനത ഉണ്ടാവും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഹാർട്ടിന്റെ ഹെൽത്തും അതുപോലെ സ്ട്രെങ്ത് ഒക്കെ കൂട്ടാനായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റികളിലൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. വീക്ക്നെസ് ഉണ്ടാവും, ബലഹീനത ഉണ്ടാവും. അതുപോലെ ഡിസ്നെസ്, തലകറക്കം. നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ഛർദ്ദിക്കാൻ വരുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി. ദെൻ ലാസ്റ്റ് വരുന്നത് ബ്ലഡ് ലോസ് ആണ് കേട്ടോ. ബ്ലഡ് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് ലോസ് ആവുന്നതല്ല, എങ്കിലും ബ്ലഡ് ലോസിനുള്ള ചാൻസ് ഉണ്ട്. കാര്യം നമ്മൾ ബ്ലഡ് കംപ്ലീറ്റ് പുറത്തേക്ക് എടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് അല്ലെ, തിരിച്ചു കയറ്റി വിടുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ബ്ലഡ് ലോസ് ആവാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ് കേട്ടോ. സാധ്യതയാണ് പറയുന്നത്. ഇതൊക്കെയാണ് ആഫ്റ്റർ ഇഫക്ട് കേട്ടോ. ഓർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ്, മസ്കുലർ സ്പാസം, ഹൈപ്പോടെൻഷൻ, വീക്ക്നെസ്, ഡിസ്നെസ് ഓർ നോസിയ, ഇത്രയുമാണ് ഹീമോഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകളായിട്ട് വരുന്നത്. ദെൻ അടുത്തതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് കൊണ്ടുള്ള ആഫ്റ്റർ ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഒന്നാമത് എന്താണ്? ഹെർണിയാണ് കേട്ടോ. ഹെർണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടാവുന്ന ഹെർണിയ. മലയാളത്തിൽ നമ്മൾ പറയും കുടലിറക്കം എന്നാണ് പറയുന്നത്. കുടൽ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുന്ന, തൂങ്ങി വരുന്ന ഒരു അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഹെർണിയ. അപ്പൊ നോക്കുക, ദാറ്റ് മീൻസ് എന്താണ് ഹെർണിയ എന്നുള്ളത് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. Weakness in your abdomen muscle, often presenting as a lump or swollen. Okay, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തോളൂ. അതായത് ഒരു അബ്ഡോമൻ മസിൽ, അതായത് നമ്മുടെ അബ്ഡോമൻ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്തേക്ക് എന്ത് നിറയ്ക്കുന്നുണ്ട്? ഫ്ലൂയിഡ് നിറയ്ക്കുന്നുണ്ട്. അത് കുറെ സമയം നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, പലതവണ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സംഭവിക്കും. അബ്ഡോമൻ മസിലുകൾ അവിടുത്തെ വളരെയധികം വീക്കൻഡ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അബ്ഡോമൻ മസിലുകൾ കൂടുതൽ എന്താണ് ക്ഷീണിക്കാനായിട്ട് തുടങ്ങും. അതായത് ആ ഒരു ബലം നഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. അങ്ങനെ ആ ഒരു ബലം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അത് താഴേക്ക് ഇങ്ങനെ തൂങ്ങാനുള്ളൊരു ടെൻഡൻസി, കുടൽ ഇങ്ങനെ ഒരു തൂങ്ങാനുള്ളൊരു ടെൻഡൻസി. അതാണ് അവർ പറയുന്നത് ഓഫൻ പ്രസന്റിംഗ് ലംബോസ്വാലൻ. ലംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലെ ഒരു തൂങ്ങല് പോലെ വരാനായിട്ട് തുടങ്ങുന്നത്. ഒരു സ്വാലൻ മീൻസ് ഇങ്ങനെ വീർക്കാനായിട്ട് തുടങ്ങും. മസിൽ വളരെ വീക്കായി തുടങ്ങി. അപ്പൊ വീക്കാകുമ്പോൾ ആ ഒരു ഇൻഫ്ലമേഷൻ അവിടെ ഫോം ചെയ്യാം. അതൊരു ലംബായിട്ടോ, ലംബ് മീൻസ് ഒരു മുഴ പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലോ, അല്ലെങ്കിൽ ഒരു സ്വാലൻ മീൻസ് മുഴ എന്നുള്ള രീതിയിലൊക്കെ താഴേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത് കേട്ടോ.
ഹെർണിയ എന്ന് പറയുന്നത്. വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ. നമുക്ക് തന്നെ ഊഹിക്കാം എന്തുകൊണ്ടായിരിക്കും. കാര്യം ഫ്ലൂയിഡ് ഇങ്ങനെ നടക്കുന്നുണ്ട്, അപ്പൊ സ്വാഭാവികമായിട്ട് അബ്ഡോമൻ മസിൽ വീക്ക് ആകുമ്പോൾ വരുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് ഹെർണിയ. പിന്നെ വരുന്നത് വെയിറ്റ് ഗെയിൻ ആണ്. ശരീരഭാരം വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലാണ് വെയിറ്റ് ഗെയിൻ. കാര്യം ഇത് തന്നെ ഫ്ലൂയിഡ് നിറയ്ക്കുന്നു, പിന്നെ ട്രെയിൻ ചെയ്ത് കളയുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് ഫ്ലൂയിഡിന്റെ അംശങ്ങളൊക്കെ ചേരുന്നുണ്ട്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. എന്നുവെച്ചാൽ ശരീരഭാരം ഇങ്ങനെ വർദ്ധിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അത് രണ്ട് മാത്രമേ നിങ്ങൾ ഓർത്തിരിക്കാനുള്ളൂ. അത് മാറിപ്പോകില്ല. പെരിറ്റോണിയൽ ഡയാലിസിസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാൻ മാറിപ്പോകില്ല. ഹെർണിയ അതുപോലെ തന്നെ വെയിറ്റ്. ഇത്രയും ഓർത്തിരിക്കാം. ഇനി നോക്കാം. ഈവൻ ദോ these after effects may sound terrifying, they should be compared to the risk that arise from continuing to live with the untreated kidney failure. അത് വേറൊന്നുമില്ല. നമുക്ക് ഈ ആഫ്റ്റർ ഇഫക്റ്റ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുന്നുണ്ട്. ഇത്രയും ആഫ്റ്റർ ഇഫക്റ്റുകളൊക്കെ ഉണ്ടോ എന്ന് തോന്നും അല്ലെ. പക്ഷെ എന്താണ്, നമ്മളൊരു കിഡ്നി ഫെയിലിയർ വന്നിട്ട് ചികിത്സിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ കഷ്ടമാണ് അല്ലെ. അതിന് എന്താണ്, ഡയാലിസിസ് ചെയ്ത് ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അല്ലെ. ഓക്കെ, ഇത് കോമൺ ആയിട്ട് വരുന്ന ആഫ്റ്റർ ഇഫക്റ്റുകളാണ്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് പെരിറ്റോറിയൽ ഡയാലിസിസ് എന്താണെന്ന് പഠിച്ചു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെരിറ്റോറിയൽ ഡയാലിസിസ്. മെഷീൻ ആവശ്യമുള്ളത് ഒരേ ഒരു പെരിറ്റോറിയൽ ഡയാലിസിസ് ആണ്, CAPD ആണ് കേട്ടോ. സോറി, മെഷീൻ ആവശ്യമില്ല, സോറി, മെഷീൻ ആവശ്യമില്ലാത്തത് CAPD. മറ്റേ CCPDക്ക് IPDക്ക് എന്താ ആവശ്യമുണ്ട്, മെഷീൻ ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മള് പഠിച്ചത് പിന്നെ ആഫ്റ്റർ ഇഫക്റ്റുകൾ പഠിച്ചു കേട്ടോ. രണ്ടിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ, ഇതിന്റെ ഒരു ഡയാലിസിസ് ഇഫക്റ്റീവ്നെസ് ലഭിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത്രയാണ് പഠിച്ചത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡയാലിസിസ് സെന്റർ, പിന്നെ ഡയാലിസിസ് സെന്ററിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പേഷ്യന്റിന്റെ റൈറ്റ്സ്, ഓക്കെ, പിന്നെ ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റി. ഇത്രയും കൂടെ കഴിഞ്ഞാൽ ചാപ്റ്റർ തീരും കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഇത് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. അഡ്വാൻറ്റേജ് വായിച്ചു നോക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ചോദ്യം വരിക, അതായത് താഴെ തന്നിരിക്കുന്നതില് ഒരു ഡയാലിസിസിന്റെ അഡ്വാൻറ്റേജിൽ ഉൾപ്പെടുന്നത് ഏതാണ്, അതല്ലേ അങ്ങനെയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ. അപ്പൊ ആ രീതിയിൽ, അങ്ങനെയുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നിങ്ങൾ ആ പോയിന്റുകൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ ഈ ഡയാലിസിസ് പഠിക്കുന്ന സമയത്ത് കുറെ ഷോർട്ട് ഫോം നമ്മൾ പഠിക്കുന്നുണ്ട്. HVPD, CRRT, CAPD, CCPD, IPD അല്ലെ, ESKD അല്ലെ, അതുപോലെ ARF, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ കേട്ടിട്ട് ഷോർട്ട് ഫോം ഓഫ്, അപ്പൊ പെട്ടെന്ന് അത് എന്താണെന്ന് അറിയണം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. മാഡം, 2 മോഡ്യൂൾ കഴിയുമ്പോ മോഡൽ എക്സാം ഉണ്ടെന്ന് കേട്ടായിരുന്നു. അല്ല, 2 മോഡ്യൂൾ കഴിയുമ്പോഴേ മോഡൽ എക്സാം ഉണ്ടെന്ന് കേട്ടായിരുന്നു. മോഡൽ എക്സാം അല്ല, മൊഡ്യൂൾ എക്സാം ആണ് കേട്ടോ. മൊഡ്യൂൾ എക്സാം ഉണ്ടാവും കേട്ടോ. ഒന്നാമത്തെ മൊഡ്യൂളും രണ്ടാമത്തെ മൊഡ്യൂളും കഴിയുമല്ലോ. ചാപ്റ്റേഴ്സ് തീരുമ്പോ നമുക്ക് മൊഡ്യൂൾ എക്സാം വരും കേട്ടോ. 1 2 ചാപ്റ്റേഴ്സിൽ കൂടെ. അത് മോഡലല്ല, മൊഡ്യൂളാണ് കേട്ടോ. മൊഡ്യൂൾ എക്സാം ഉണ്ടാവും. അപ്പൊ അത് പിന്നെ 6 മാസം കഴിയുമ്പോ പിന്നെ ആ 2 മോഡ്യൂൾ പിന്നെ ചോദിക്കത്തില്ലേ? ചോദിക്കും. ഇതിപ്പോ മൊഡ്യൂൾ എക്സാം നടക്കുന്നു. എക്സാം കഴിഞ്ഞാൽ നമ്മൾ 3rd ഉം 4th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, 3rd 4th കഴിയുമ്പോൾ മൊഡ്യൂൾ എക്സാം. ഫൈനൽ എക്സാം എല്ലാ മൊഡ്യൂൾസും ഉണ്ടാവും. ഫൈനൽ എക്സാം. ഈ മോഡ്യൂൾ ഇപ്പൊ 1ഉം 2ഉം കഴിയുമ്പോ മോഡ്യൂൾ എക്സാം എഴുതുന്ന ഫോണിൽ കൂടെ എഴുതാൻ പറ്റൂല്ലേ? അതിനെ പറ്റിയിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. ഓഫീസിൽ ചോദിക്കും കേട്ടോ. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കേട്ടോ. ഇങ്ങനെയാണ് എക്സാമുകൾ വരുന്നത്. ബാക്കി എന്തെങ്കിലും അറിയണമെങ്കിൽ അല്ലെങ്കിൽ നിഷ മാം എടുക്കുന്നില്ലേ ഇവിടെ? നിഷ മാം ക്ലാസ് എടുക്കുന്നില്ലേ? മിസ്സിനോട് ചോദിച്ചോ, നിങ്ങൾ മാമിനോട് ചോദിച്ചു കേട്ടോ. ഓക്കെ, അതായത് ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ കേട്ടോ. താങ്ക് യു.